എന്താണ് നമ്മുടെ ആരോഗ്യ രംഗത്തിന് സംഭവിച്ചിരിക്കുന്നത്? കൊട്ടിഘോഷിക്കപ്പെട്ട കേരള മോഡൽ ഇപ്പോൾ പൂതലിച്ചിരിക്കുകയാണ്. ആരോഗ്യരംഗത്തെ എന്നല്ല, കേരളത്തിൻ്റെ ഭരണരംഗത്തെ ദുഷിപ്പുകളെ, പൂതലിപ്പുകളെ ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അവർ തീവ്രവാദികളും ഭീകരവാദികളുമായി മാറുകയാണ്. ഡോക്ടർ ഹാരിസ് ഇടത് സഹയാത്രികനാണ്. അദ്ദേഹം നിവൃത്തിയില്ലാതെ സോഷ്യൽ മീഡിയയിൽ ആരോഗ്യരംഗത്തെ പ്രയാസങ്ങളെ നിരത്തിയപ്പോൾ അദ്ദേഹത്തിനെതിരെ മുഖ്യമന്ത്രി അടക്കം, പിന്നെ താഴോട്ടുള്ള മന്ത്രിമാരും, അതിനും താഴെയുള്ള സൈബർ സഖാക്കളും എങ്ങനെയാണ് പെരുമാറിയത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇവരെ വിമർശിക്കാൻ പാടില്ല. ഇവരുടെ കൊള്ളരുതായ്മകളെ തുറന്നു കാണിക്കാൻ പാടില്ല. അങ്ങനെ തുറന്നു കാണിച്ചാൽ, അങ്ങനെ വിമർശിച്ചാൽ വിമർശിക്കുന്നവർ ഭീകരവാദികളും തീവ്രവാദികളും ആയി മാറും. അവരുടെ സമുദായം നോക്കി തീവ്രവാദം ആരോപിക്കപ്പെടും. മറ്റു സമുദായത്തിൽപ്പെട്ടവരാണെങ്കിൽ അവരെ നക്സലൈറ്റുകളാക്കി മാറ്റും. ഇതാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജ്, അവിടെയുള്ള ഒരു പഴകിയ കെട്ടിടം തകർന്നു വീണ് ബിന്ദു എന്ന ഒരു വീട്ടമ്മ ദാരുണമായി മരണപ്പെട്ടിരിക്കുകയാണ്. ആരോഗ്യമന്ത്രിയും മന്ത്രി വാസവനുമൊക്കെ അവിടെ വന്ന് പറഞ്ഞത് ആ കെട്ടിടം ഉപയോഗിക്കാത്ത കെട്ടിടമാണ്, പുതിയ കോടികളുടെ കെട്ടിടം ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. ആ സന്ദർഭത്തിൽ ആ കെട്ടിടത്തിൻ്റെ അടിയിൽപ്പെട്ട് ഈ സ്ത്രീ പിടഞ്ഞു മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നൂറുകണക്കിന് രോഗികൾ ആ കെട്ടിടത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അവരെല്ലാം ഉപയോഗിക്കുന്നത് ആ കെട്ടിടത്തിൽ, പൊളിഞ്ഞു വീഴാറായ ആ കെട്ടിടത്തിലെ ബാത്റൂമുകളും സൗകര്യങ്ങളാണ്. പക്ഷേ ധിക്കാരത്തോടെ ഒറ്റയടിക്ക് ആ കെട്ടിടം ഉപയോഗിക്കാത്ത കെട്ടിടമാണ്, അവിടെ ആരുമില്ല, അവിടെ ഒരു കാഷ്വാലിറ്റിയും ഉണ്ടായിട്ടില്ല എന്നൊക്കെ തള്ളിവിടുന്ന മന്ത്രിമാർ, രണ്ടാം പിണറായി സർക്കാർ, മൂന്നാം പക്കത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന സർക്കാർ, ധിക്കാരത്തോടു കൂടിയും അഹങ്കാരത്തോടു കൂടിയുമാണ് മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം, ഈ കൊല നമ്മുടെ സിസ്റ്റർ ചെയ്ത കൊലയാണ്. ഇതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണം. ഇത്തിരി ജനാധിപത്യ ബോധമുണ്ടെങ്കിൽ അതാണ് അവർ ചെയ്യേണ്ടത്. ഇടതുപക്ഷ നേതാക്കൾ അതാണ് അവരോട് പറയേണ്ടത്. ജനാധിപത്യത്തെ, ജനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളെ ഒക്കെ അവഗണിച്ചും കൊണ്ട്, ആ സ്വാതന്ത്ര്യം വകവെച്ച് നൽകാതെ ഒരു ഭരണകൂടത്തിന് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. താഴേക്കിടയിലുള്ള കുട്ടി സഖാക്കൾ മുതൽ മുകളിലുള്ള മന്ത്രിമാർ വരെ, പാർട്ടി സെക്രട്ടറിമാർ വരെ അഹങ്കാരത്തോടു കൂടിയാണ് ജനങ്ങളോട് സംസാരിക്കുന്നത്. ഇത് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ തന്നെ കുഴിതോണ്ടുകയാണ് എന്ന് ഇനിയെങ്കിലും പാർട്ടി അനുയായികളും നേതാക്കളും മനസ്സിലാക്കണം.